നമസ്കാരം. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, വിഷം തുപ്പുന്നവർ വിഷം തുപ്പിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു പാട്ടിനെ കുറിച്ചാണ്. ഇതെന്താണെന്ന് പഠിക്കാതെ ഇതിലെ വരികൾ ശ്രദ്ധിക്കാതെയാണ് പലരും കയറി വിമർശിച്ചത്. ഞങ്ങളാണ് ഏറ്റവും വലിയ മതവിശ്വാസികൾ, ഞങ്ങളാണ് മതമുള്ളവർ എന്നൊക്കെയാണ് അവരതിലൂടെ ആ വിമർശനത്തിലൂടെ പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, തൃശ്ശൂർ ദേശവിളക്ക് സമയത്ത് അയ്യപ്പ ഭക്തന്മാർ ഒരു ഭജന ഗ്രൂപ്പ് പാടിയ ഒരു പാട്ടിനെ കുറിച്ചാണ്. മക്കത്തെ മംഗല്യരാവ്, മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്ക് കല്യാണ നാള്, മൊഞ്ചുള്ള തേരിലങ്ങേറി വന്നുവല്ലോ മണിമാരൻ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇത് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നബിയുടെ അല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ചൊന്നും അല്ല എന്നുള്ളത്. എന്നിട്ടും മനുഷ്യന് വിശ്വാസം വരുന്നില്ല. ഇനി വിശ്വാസം വരണം, നിങ്ങൾ വേറെ എങ്ങും ശ്രദ്ധിക്കേണ്ട. ആ പാട്ടെടുക്കുക, അതിൻ്റെ അവസാന വരികളൊന്ന് എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടം തൊട്ടാണ്. നാളുകളേറെ കഴിഞ്ഞു ഒരു നാളിൽ പരവേശം വന്നു, നേരിൽ അവളെ കാണുന്നു ആശ പെരുത്തകതാരിൽ. അതിൻ്റെ കഥ മൊത്തം അതിൻ്റെ അവസാനം വരെ പറയുന്നുണ്ട് എന്നുള്ള, പാടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പ്രചോദനം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ശരിക്കും വാവരുടെ ഒരു പാട്ടാണിത്. കാരണം എന്ന് വെച്ചാൽ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു, പിന്നീട് പൂമരമായി മാറുന്നു, മണം അവിടെ മൊത്തം പരക്കുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് സുന്ദരിയായ പാത്തു തോഴിമാര് മൊത്തം വരുന്നു, ആ മരക്കൊമ്പിൽ പിടിക്കുന്നു. പിന്നെ അനുരാഗത്തിൻ്റെ അവിടെ അവസാനം ഒരു കുഞ്ഞിന് ജന്മം നൽകണം. ആ കുഞ്ഞിൻ്റെ പേരാണ് വാവർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വാവരുടെ ഉമ്മയാണ് പാത്തു, പാത്തുവിൻ്റെ ഉമ്മയാണ് ഖദീജ, മക്കംപുരിയിലാണ് ഇവരുടെ ഗോത്രം എന്നൊക്കെ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. പിന്നെ മറ്റ് ഈ പാട്ട് തരുന്നൊരു വലിയൊരു സന്ദേശമുണ്ട് കേട്ടോ. തഹർ ഖൈർ എന്ന അറബിയിൽ പറയുന്നൊരു വാക്കുണ്ട്, താമസം എപ്പോഴും നല്ലതാണ് എന്നുള്ളത്. അതെന്താണെന്ന് പറഞ്ഞാൽ 9 വർഷം മുമ്പാണ് ഗോപാൽ എന്ന് പറയുന്ന സഹോദരൻ ഇത് എഴുതിയത്. പക്ഷേ വൈറലായതും അംഗീകാരം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തും നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ളൊരു സന്ദേശവും ഈ പാട്ടിലുണ്ട്. എന്ത് തന്നെയായാലും വിമർശകരെ വിമർശിച്ചോട്ടെ, പാടാനും ആടാനും ഒക്കെ നന്നേ പറ്റുന്ന ഒരു പാട്ടാണ്. എല്ലാവരും അത് ഏറ്റുപാടുക. അതിൻ്റെ റിപ്പീറ്റേഷൻ ഭയങ്കര രസമാണ്. മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്ക് കല്യാണ നാള്, മൊഞ്ചുള്ള തേരിലങ്ങേറി വന്നുവല്ലോ മണിമാരൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.